നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ ഭരണം നിശ്ചലം. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു പ്രതിസന്ധി ആദ്യമായിട്ടാകും. തങ്ങളുടെ മുഖ്യമന്ത്രി തിഹാർ ജയിലിൽ. പല ഭരണസിരാ കേന്ദ്രങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്ന ഡൽഹിയിൽ ഇപ്പോൾ ഒരു തലവനില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തുടങ്ങി, ഇനിയെന്ത്? മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നിരയിലെ പ്രമുഖനുമായ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത്. ED അറസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യവും ആം ആദ്മി പാർട്ടിയും കടുത്ത പ്രതിഷേധം തുടരുന്നതിനിടെ ഇന്നലെ വൈകിട്ട് 4:00-ഓടെയാണ് തിഹാറിലെ 2ാം നമ്പർ ജയിലിൽ കെജ്രിവാളിനെ എത്തിച്ചത്. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ആദ്യമാണ്. കേജ്രിവാൾ രാജിവെക്കാത്ത സാഹചര്യത്തിൽ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി ഉടലെടുത്തു. രാവിലെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ ഏപ്രിൽ 15 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോലീസ് ബസ്സിലാണ് കൊണ്ടുപോയത്. നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകർ തെരുവിലും ജയിലിന് മുൻപിലും പ്രതിഷേധിച്ചു. പക്ഷേ പ്രതിഷേധങ്ങളുടെ മുനയൊക്കെ BJP സർക്കാർ പുഷ്പം പോലെ ഒടിച്ചു കളഞ്ഞു. മദ്യനയ കുംഭകോണ കേസിൽ തെറ്റായതും പരസ്പര വിരുദ്ധമായുള്ള തെളിവുകൾ നൽകി EDയെ കബളിപ്പിക്കാൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുകയാണ് BJP ഈ സാഹചര്യത്തിൽ. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് BJP MP സുധാൻഷു ത്രിവേദി ആരോപിച്ചു. കേജ്രിവാൾ EDയോട് വെളിപ്പെടുത്തിയ മന്ത്രിമാരെ കുറിച്ച് അന്വേഷിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിനെതിരെ നടപടിയെടുക്കണമെന്നും സുധാൻഷു ത്രിവേദി പറഞ്ഞു. ഡൽഹി മന്ത്രിമാരായ വിജയ് നായർ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ചോദ്യം ചെയ്യലിനിടെ കേജ്രിവാൾ വെളിപ്പെടുത്തിയതെന്നും ED അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കേസിൽ ഇവർക്കെതിരെ ശക്തമായ അന്വേഷണം ആവശ്യമാണെന്ന് സുധാൻഷു ത്രിവേദി ആവശ്യപ്പെട്ടു. വിജയ് നായർ അതിഷിയുമായും സൗരഭ് ഭരദ്വാജുമായും കേജ്രിവാൾ ബന്ധം പുലർത്തിയിരുന്നതായി കേജ്രിവാൾ സമ്മതിച്ചിട്ടുണ്ട്. മദ്യനയ അഴിമതി നടത്തിയതിൽ ഡൽഹി സർക്കാരിന്റെ പങ്ക് തെളിഞ്ഞു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ ജയിലിലേക്ക് മാറ്റിയത്. അണ്ണാ ഹസാരെയായിരുന്നു കേജ്രിവാളിന്റെ ഗുരു. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഗുരുവിനെ മാറ്റി. പകരം ലാലു പ്രസാദ് യാദവിനെ ഗുരുവാക്കി മാറ്റി. ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോകുന്നതിന് മുൻപ് രാജിവെക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിച്ചു. എന്നാൽ കേജ്രിവാൾ രാജിവെക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അത് അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സുധാൻഷു ത്രിവേദി പറഞ്ഞു. മദ്യനയ കേസിൽ ആം ആദ്മിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്ന വിജയ് നായർ നേരത്തെ പിടിയിലായിരുന്നു. 100 കോടിയുടെ അഴിമതി നടത്താൻ ഇയാൾ സർക്കാരിനെയും സൗത്ത് ഗ്രൂപ്പിനെയും ഇടയിൽ പ്രവർത്തിച്ചെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, സത്യേന്ദർ ജെയിൻ തുടങ്ങിയവരും കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു. നിലവിൽ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കേജ്രിവാൾ.